പക്ഷെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോഴിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് മാറി ഒരു 10-15 കിലോമീറ്റർ അകലെ കൊണ്ടുപോയി 100 ചില്ലുവാനും കോടി രൂപ മുതൽ മുടക്കി ഒരു കോടതി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ്, കെട്ടിടം പണിയാൻ. അങ്ങനെയെങ്കിൽ ആ ചെലവ് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഹൈക്കോടതിയുടെ ഒരു 2 ബെഞ്ച് ഈ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചാൽ ഒരു 400 കോടി രൂപ സംസ്ഥാന ഖജനാവിലേക്ക് ലാഭം ഉണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും കെട്ടിപ്പെറുക്കി പോവുകയാണ് എറണാകുളത്തിന്. എല്ലാ ദിവസവും ട്രെയിനെ നോക്കിക്കോളൂ, ഫയലും ചുമന്നുകൊണ്ടുള്ള പോക്കാ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തിന്. വല്ല ഗുണമുണ്ടോ? ആ പോക്കെല്ലാം അവസാനിപ്പിക്കും. 2 യജ്ഞിമാർ മാത്രം ഇവിടെ വന്നാൽ ആ പ്രശ്നം തീരുകയാണ്. ആ കാര്യവും തിരുവനന്തപുരംകാരൊന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എന്ന അഭിപ്രായം കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായിട്ട് ഒന്നും പറയുന്നില്ല, കാരണം രാഷ്ട്രീയ കാര്യങ്ങൾ ഒരു കാര്യം ഞാൻ സമയമില്ല, അനേകം ഇനിയും പ്രസംഗമുണ്ട്. അത് തന്നെയല്ല, ഇങ്ങനെ മോദിക്ക് വരാൻ പോവുക. നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. 14 ജില്ലയിലും യാത്ര നടത്തി 14ാമത്തെ ജില്ലയായ തിരുവനന്തപുരത്തേക്ക് BJPയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് സുരേന്ദ്രൻ എത്തി നിൽക്കുകയാണ്. ആ യാത്ര നടത്തിയ സുരേന്ദ്രനും ആ യാത്രയിൽ പങ്കെടുത്ത നേതാക്കന്മാർക്കും അഭിവാദ്യങ്ങളും നന്ദിയും അർപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ നിങ്ങൾ സന്മനസ് കാണിക്കണം എന്നാണ് എൻ്റെ ഒരഭ്യർത്ഥന. കാരണം ആ യാത്രയിലൂടെ കേരളത്തിൽ വന്നിരിക്കുന്ന മാറ്റം, കേരളത്തിൽ BJPക്ക് അനുകൂലമായി വന്നിരിക്കുന്ന മാറ്റം അത്ഭുതാവഹമാണെന്ന് ഒരു നിഷ്പക്ഷമായ കാഴ്ചപ്പാടോടെ പറയാൻ എനിക്ക് കഴിയും. നരേന്ദ്രമോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ, ഞാനെനിക്ക് കിടക്കുന്ന സമയമില്ല, ഒരു സംശയമില്ല 5ാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ 2 അല്ലെങ്കിൽ 3 വർഷത്തിനകം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മോദിജിയുടെ ഇന്ത്യ രാജ്യം മാറാൻ പോവുകയാണ്. അവിടാണ് പ്രധാനപ്പെട്ട കാര്യം. ആ നിലയ്ക്ക് തിരുവനന്തപുരത്തെ ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിന് വേറെ കൊണ്ട് വല്ലയിടത്ത് വോട്ട് ചെയ്യുന്നു? ആ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ പോരെ? നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആള് ആ ഡൽഹിയിൽ പോയിട്ട് റോഡിൽ കൂടെ ചുമ്മാ നടക്കുന്നതല്ലാതെ വല്ല കാര്യം ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ പറ്റുമോ? ആര് ശ്രദ്ധിക്കാൻ? മോദിക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ജയിച്ച് MP ആയി ചെന്നാൽ ഈ തിരുവനന്തപുരത്തിനും കേരളത്തിനും കിട്ടാൻ പോകുന്ന മാറ്റങ്ങൾ എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടായില്ല. നിങ്ങളുടെ അയൽവാസികളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ, നിങ്ങളുടെ അയൽവാസികളും ബന്ധുമിത്രാദികളും ആയിട്ടുള്ള മുഴുവൻ ആളുകളെ കൊണ്ടും BJPയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ചിന്തിപ്പിക്കാനും ആ വോട്ടുകൾ മുഴുവൻ നമ്മുടെ അനുകൂലമാക്കി മാറ്റി ഈ പ്രാവശ്യം തിരുവനന്തപുരത്തും നമ്മുടെ ഒരു MP ഉണ്ടാകാനുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി നിങ്ങൾ പുറകോട്ട് പോയി ഇന്ന് വീട്ടിലേക്ക് പോകാവൂ എന്ന് വിനയപ്രസംഗം ഞാൻ അഭ്യർത്ഥിക്കണം. നമ്മുടെ സുരേഷ് ഗോപി വന്നിട്ടുണ്ട് ഇവിടെ. വിജയം ഉറപ്പിച്ച സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി, നിങ്ങൾ സംശയിക്കണ്ട. വളരെ ഇന്ന് സുരേഷ് ഗോപി ഇച്ചിരി കറുത്തിട്ടുണ്ട്, ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാ. നല്ലോണം ഓടി ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇച്ചിരി കറുത്തിട്ടുണ്ട്. അങ്ങനെയാട്ടെ, അല്പം കറുത്തോട്ട് കുഴപ്പമില്ല. നമുക്ക് ആ തൃശ്ശൂർ പിടിക്കണമെന്ന് മാത്രമല്ല, ഞാൻ ഒരു മാസത്തിന് മുമ്പ് പറഞ്ഞ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ചുരുങ്ങിയത് 5ൽ കൂടുതൽ MPമാർ ഈ കേരളത്തിൽ നിന്നും നരേന്ദ്രമോദിജിക്ക് കൈപൊക്കാനുണ്ടാവും എന്നതിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പം പത്രക്കാർക്ക് ഒരു സംശയം, ഏതൊക്കെയാണ് ഈ 5? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബഹളം വെക്കണ്ട. ആ 5 ഏതാന്ന് ഞാൻ പറഞ്ഞാൽ 5-ാമത്തല്ല ഞാൻ പറഞ്ഞ 5ൽ കൂടുതൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പേര് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥി വെറുതെയാവില്ലേ? അവിടെ അത് പറയുന്നില്ല. നിങ്ങൾ ധൈര്യമായി പൊക്കോളൂ. 5ൽ കൂടുതൽ MPമാരെ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ടാവും. നിങ്ങളെല്ലാവരും, നിങ്ങൾ ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല, തിരുവനന്തപുരത്തുള്ള നിങ്ങൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഈ കേരളത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ, ഇന്ത്യയുടെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ, അവിടെ എല്ലാം ഫോണിലൂടെയാണെങ്കിലും ബന്ധപ്പെട്ട് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം, വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കണം. നിങ്ങളുടെ പ്രവർത്തനമാണത്.
നിങ്ങൾ പ്രവർത്തകരാണ്, നമ്മളെല്ലാവരും പ്രവർത്തകരാണ്. ഞാൻ ഫോണിൽ വിളിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് പറയുന്നു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബന്ധുമിത്രാദികൾ എവിടൊക്കെയുണ്ടോ, ഇന്ത്യ രാജ്യത്ത് എവിടൊക്കെയുണ്ടോ, അവിടെയെല്ലാം മോദിജിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയക്കുറവുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. അതോടൊപ്പം ഒറ്റ വാക്ക്, കേരള ജനപക്ഷം പാർട്ടിയുടെ പ്രവർത്തകർ ഇന്നലെ പ്രവർത്തകരായിരുന്നു ഇവിടെയുണ്ട്. അവരെല്ലാം ഇനി BJPയുടെ പ്രവർത്തകരാണ്. ഇനി മേലിൽ ജനപക്ഷം എന്നൊരു സ്ഥാപനം ഉണ്ടാവില്ല. ഇലക്ഷൻ കമ്മീഷൻ ഞാൻ എഴുതി കൊടുത്താൽ അത് വല്ലവരും കൊണ്ടുപോയെങ്കിൽ പിന്നെ അതും കൂടി ചാടി വരും. അത് എന്താണ് ഇപ്പോൾ പറയുന്നില്ല. ഏതായാലും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് മുഴുവൻ പ്രവർത്തകരും കേരളത്തിലെ BJPയോടൊപ്പം സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നുകൂടി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട്